വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉള്ളി ബജ്ജിയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, കുറച്ച് വേപ്പില ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കായപ്പൊടി 1 നുള്ള്, ഗരം മസാല 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കടലപ്പൊടി 1/2 കപ്പ്. ആദ്യം ഒരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, അല്പം ഉപ്പുമിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സവാളയിൽ നിന്നും നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾക്ക് ഇനി കടലപ്പൊടിയും അരിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. സവാളയിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അതും മതി. അതിന് വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം മസാലപ്പൊടി, 1 നുള്ള് കായപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കടലപ്പൊടിയും അരിപ്പൊടിയുമാണ്. അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കടലപ്പൊടി ചേർക്കാം. വെച്ചിരിക്കുന്ന അരിപ്പൊടിയും ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സവാളയിൽ നിന്നും ആവശ്യത്തിന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു അല്പം വെള്ളം നമ്മൾക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം. അധികം ഇടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം, സവാളയുടെ വെള്ളം ഉണ്ട്, എന്നാലൊരു അല്പം വെള്ളം മാത്രം ഒന്ന് തളിച്ചു കൊടുത്ത് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ആദ്യം നമുക്ക് ഇതിൽ നിന്നും അല്പം എടുത്ത് ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതേപോലെയല്ലേ നമ്മൾക്ക് കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് അതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ അത് മൊരിയില്ല, കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് ഫ്രൈ ചെയ്യാവൂ. ഇപ്പോൾ നമ്മളുടെ ഉള്ളി ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ
ഉള്ളി ബജി റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.